അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കേരളം പ്രബുദ്ധം അല്ലെങ്കിൽ സാക്ഷരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഗോഡ്സ് ഓഫ് കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണങ്ങളൊക്കെ ചാർത്തി നാം മഹത്വവൽക്കരിക്കാൻ വല്ലാതെ ശ്രമിക്കാറുണ്ട്. സാക്ഷരതയിൽ, പ്രബുദ്ധതയിൽ, പ്രകൃതി രമണീയതയിൽ ഒക്കെ, വിദ്യാഭ്യാസത്തിൽ, കാഴ്ചപ്പാടിലൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കുറേ കൂടി ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ചില വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ ഈ കൊട്ടിഘോഷിച്ച നമ്മുടെ ഈ ചാർത്തലുകൾ അത് വെറും പൊള്ളയാണോ എന്ന് തീർത്തും സംശയിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. പറഞ്ഞു വരുന്നത്, ഛത്തീസ്ഗഡിൽ നിന്ന് രാം നാരായണൻ ബയ്യാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ്. അദ്ദേഹം എത്തിപ്പെട്ടത് പാലക്കാടിലെ അതിർത്തി പ്രദേശമായ അട്ടപ്പാടിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന വാളയാർ അട്ടപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ജോലി തേടി അലഞ്ഞു വന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ട ആരുമില്ല. തൊഴിലുറപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാരുടെ ഇടയിലാണ് അദ്ദേഹം പെട്ടെന്ന് വന്നുപെട്ടത് എന്ന് വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. സ്വന്തം നാട്ടിലൊരു കേസ് പോലും അദ്ദേഹത്തിൻ്റെ പേരിലില്ല. അതിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമല്ല. പക്ഷെ ആരോ നിലവിളിച്ചു, ഇതാ ഇയാൾ അപരിചിതൻ. ഇയാളെ കണ്ട മാത്രയിൽ ആരൊക്കെയോ എന്തൊക്കെയോ സംശയിച്ചു. അങ്ങനെയാണല്ലോ നമ്മുടെ മലയാളികൾ. ചിലപ്പോൾ നമ്മൾ തന്നെ കോടതിയാകും, നമ്മൾ തന്നെ വിചാരണ ചെയ്യും, നമ്മൾ തന്നെ നിയമം കയ്യിലെടുക്കും. അങ്ങനെ വളരെ ദാരുണമായി, ക്രൂരമായി അദ്ദേഹത്തെ മോഷണക്കുറ്റം ആരോപിച്ച് ഒരു കൂട്ടം യുവാക്കൾ വന്ന് മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തിയ ഡോക്ടർ പറയുന്നു 40ഓളം മുറിവുകൾ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഇഞ്ച് പോലും അടികൊള്ളാത്ത പാടില്ലാത്ത ഒരു സ്ഥലമില്ല. അങ്ങനെ ചവിട്ടിയും നിലത്ത് വലിച്ചിഴച്ചും ക്രൂരമായി വടികൾ ഉപയോഗിച്ച് അടിച്ചും ഒരു പച്ച മനുഷ്യനെ, ഒരു പാവം മനുഷ്യനെ അതിദാരുണമായി കൊലപ്പെടുത്തി നമ്മുടെ കേരളം ലോകത്തിന് മുമ്പിൽ ഒന്നുകൂടി നാണിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട 2018 മധു എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനെ ഇങ്ങനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു രംഗം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് പ്രതികളായവർക്ക് മതിയായ ശിക്ഷ ലഭിച്ചില്ല എന്ന് ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ അതിൻ്റെ അവലോകനങ്ങളിൽ പറയുന്നുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഭക്ഷണം എടുത്തു കഴിച്ചു, ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിലായിരുന്നു അന്ന് കൊലപാതകമെങ്കിൽ ഇന്ന് ഒരു പരിചയവുമില്ലാത്ത ഒരാളെ വെറുതെ ഒരു മോഷണം അദ്ദേഹത്തിന് മേൽ ആരോപിച്ച് ഒരു ജോലി തേടി വന്ന നമ്മൾ അതിഥി തൊഴിലാളി എന്നൊക്കെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ അന്യദേശങ്ങളിൽ നിന്നും കടന്നു വന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവരിൽപ്പെട്ട ഒരാളെയാണ് നമ്മുടെ ആളുകൾ വധിച്ചു കളഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ മുറികളിൽ നിന്ന്, പരിക്ക് പറ്റിയ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം വാർന്ന് അദ്ദേഹം തളർന്നുപോയി. പോലീസ് വൈകി വന്ന് അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും വഴിയാണ് അദ്ദേഹം കൊഴിഞ്ഞു വീണ് മരണപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 8 വയസ്സുള്ള 10 വയസ്സുള്ള 2 മക്കളാണ് ഈ പറയുന്ന രാം നാരായണൻ എന്ന് പറയുന്ന സഹോദരനുള്ളത്. അവർക്കൊരച്ഛനെ കൊടുക്കാൻ ഇനി ആർക്ക് കഴിയും? ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാവേണ്ട ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ കൊന്നു കളഞ്ഞത് എന്തിൻ്റെ പേരിലാണ്? ഞാൻ പ്രായം നോക്കി, ഒരാൾക്ക് മാത്രമാണ് 50 വയസ്സ്, ബാക്കി എല്ലാവർക്കും 40-ൽ താഴെ പ്രായം മാത്രമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഈ കൊലയാളികൾക്കുള്ളത്. മതിയായ ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി വിചാരണ ചെയ്യാനും നിയമങ്ങൾ കയ്യിലെടുത്ത് അയാളെ ക്രൂരമായി പീഡിപ്പിക്കാനും ഏത് നിയമമാണ് ഇവർക്ക് അനുമതി നൽകുന്നത്?
അതിനു വേണ്ടിയല്ലേ ഇവിടെ നിയമപാലകരുള്ളത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അകാരണമായി വധിക്കപ്പെടുക എന്ന് വെച്ചാൽ, ആക്രമിക്കപ്പെടുക എന്ന് വെച്ചാൽ എത്രമാത്രം ദാരുണമാണ്. നമ്മുടെ നാട്ടിൽ ഇനി അങ്ങനെ ഒരു കൊലപാതകവും ആവർത്തിക്കാൻ പാടില്ല. മതിയായ ശിക്ഷ ഈ കൊലയാളികൾക്കൊക്കെ നിയമം വഴി വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ കേരളം വളരെയധികം മാതൃകാപരമായി മറ്റു നാടുകൾക്ക് മുമ്പിൽ സംസ്കാരത്തിൽ, പെരുമാറ്റത്തിൽ, സമീപനത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രമേ ഈ സമയത്ത് നമുക്ക് പറയാനുള്ളൂ.